ഡൽഹിയിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ പരിഗണിക്കും. ഞങ്ങൾ LDF പൊതുവിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക 8-ാം തീയതി 9-ാം തീയതി പുറത്തു വരുമ്പോൾ അതിൽ വനിതകളുണ്ടാവും. എപ്പോഴും LDF വളരെ ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും കേരളത്തിലെ സാഹചര്യങ്ങളിലും നിങ്ങളുടെ സർവേ ഒന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല എന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രാജ്യത്താകമാനം മത്സരിക്കുന്ന രീതി സാഹചര്യം സ്ഥിതി എങ്ങനെയായിരിക്കും? രാജ്യത്ത് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള തന്ത്രങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കും. കൂടുതലും CPI എല്ലാ സീറ്റുകളിലും ലഭിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കില്ല ഇല്ല എന്നതിലല്ല ഞാൻ പറഞ്ഞത്. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ സംസ്ഥാന തലത്തിൽ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും പോകുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ 31% വോട്ട് നേടിയവർ അധികാരത്തിൽ വന്നു. 69% വോട്ട് ചെയ്തത് ഈ മോഡി വിരുദ്ധമായിട്ടാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ BJPക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അത് യുണൈറ്റ് ചെയ്യുക എന്നതാണ് പ്രായോഗികമായ ഞങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം. LDF ഘടകകക്ഷികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി മര്യാദയും മാന്യതയും കൊടുക്കണമെന്നൊരു അഭിപ്രായം പൊതുവായി ഈ രണ്ട് വാക്കുകളും ഇതിനെ സംബന്ധിച്ചിടത്തോളം ചേർന്നതായ താങ്കൾ പ്രയോഗിച്ച വാക്കുകൾ ചേർന്നതല്ല. ഞങ്ങൾ മര്യാദയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ എന്താണ് അടുത്ത് പറഞ്ഞത്, മര്യാദയില്ലാതെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. എല്ലാ തീരുമാനങ്ങളും കൂട്ടായിട്ട് LDF ആണ് എടുക്കുന്നത്. പിന്നെ LDFിലെ ഘടകകക്ഷികൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പം 4 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾക്കൊരു 6 സീറ്റ് മത്സരിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ്. ഇത് നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ LDF മുന്നോട്ട് പോകും. CPIക്ക് നേരത്തെ മുതൽ 4 സീറ്റുണ്ടായിരുന്നു. ആ സീറ്റേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ഒരു സീറ്റും ഞങ്ങൾ എടുത്തിട്ടില്ല. CPMന് വിട്ടുവീഴ്ച ആകണോ ഉഭയകക്ഷി ചർച്ചകളിലാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഇന്ന് വിജയസാധ്യതയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. അതുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സീറ്റ് ഉദാരമായി വിതരണം ചെയ്യാൻ ഞങ്ങൾ 10 പാർട്ടികളുണ്ട്, 20 സീറ്റുമുണ്ട്. ഈ 2 സീറ്റ് വിതരണം ചെയ്താൽ മതി. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ. യാഥാർത്ഥ്യവുമായി അടുത്ത ബന്ധമുള്ള കാര്യങ്ങളല്ല.